ആര് വന്നാലും കുമരന് കുമ്പിളിൽ കഞ്ഞി പോലെ ചെയർമാനോട് പറഞ്ഞിരുന്നു. ഒരു നടപടി ഇതുവരെ നടന്നില്ല. മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലോട്ട് ആളിറങ്ങാൻ മടിക്കുക. ഈ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ കാണിക്കുന്നതല്ല, അങ്ങേ അറ്റത്തെ അഴിമതിയാണ് കാണിക്കുന്നത്. നമ്മൾ 100% ഡോക്ടർ ഹുസൈൻ ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അതുപോലെ വഴിവിളക്കിൻ്റെ കാര്യം ഭയങ്കര ഇതാണ്. ഇത് കിട്ടുന്ന കഴിഞ്ഞാൽ ഭയങ്കര ഒരു കാര്യമാണ്. മെയിൻ ഒരു ജംഗ്ഷൻ ഇവിടെ ഷോപ്പുകളൊക്കെ ഉള്ളതാണ് മെയിൻ പ്രശ്നം. അതിനനുസരിച്ചുള്ള ഇത് വികസനം കാണുന്നില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാർക്കറ്റ് വ്യാപാരികൾക്കായി യാതൊരു കാര്യമായ നഗരസഭ പൊതുവെ ഒരു 50-50 ആണ് വികസനത്തിൽ കാണിച്ചിട്ടുള്ളത്. മലയോര റാണിയായ പത്തനംതിട്ട വീണ്ടും ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷങ്ങൾ? വരാനിരിക്കുന്ന ഭരണസമിതിയിൽ നിന്നും എന്തു മാറ്റമാണ് പത്തനംതിട്ടയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? വികസനത്തിന്റെ തുലാസിൽ വാഗ്ദാന പാലനത്തിനോ വാഗ്ദാന ലംഘനത്തിനോ കനം കൂടുതൽ? പത്തനംതിട്ടയുടെ ജനമനസ്സറിയാം ന്യൂസ് റൗണ്ട് മലയാളത്തിന്റെ നേർക്കാഴ്ചകൾക്കൊപ്പം. ഈ ഒരു ഭരണ കാലയളവ് അവസാനിക്കാൻ പോവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും ഉടൻ തന്നെ അടുത്തൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു 5 വർഷത്തെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? വരാനിരിക്കുന്ന ഒരു ഭരണസമിതി മാറ്റം വേണോ? എന്തുകൊണ്ടാണ് എന്നൊക്കെ ഒന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? ഞാനൊരു ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ പുതിയതായിട്ട് ജനങ്ങളെ കൊണ്ടുവരാനുള്ളൊരു സംവിധാനം ഒരു പരിധി കൂടുതൽ ഇവർ ചെയ്തിട്ടില്ല. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ പത്തനംതിട്ടയിലെ ജനങ്ങൾക്ക് വരാൻ തോന്നാത്തൊരവസരം. ഇപ്പം നിങ്ങൾ തന്നെ വെളിയിലോട്ട് നോക്കുമ്പോൾ തന്നെ ഫുൾ ടൈം ബ്ലോക്ക്, രണ്ടാമത്തെ വിഷയം ഒരു പാർക്കിംഗ് സംവിധാനം, പിന്നെ ഇതിനെല്ലാം ഉപരി ഒരു പോലീസ് സംവിധാനം, ഒരു വണ്ടി നിർത്തിയാൽ തന്നെ ഒരു പെറ്റി അടിക്കുന്ന ഒരു രീതിയിലോട്ട്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലോട്ട് ആളിറങ്ങാൻ മടിക്കുക. പിന്നെ ഒരു വിനോദമാണെങ്കിലും കുട്ടികളെ കൊണ്ട് വൈകിട്ടൊരു ഔട്ടിംഗ് ആണെങ്കിലും അങ്ങനെയുള്ള സംവിധാനം ഒന്നും ആളുകളെ ഇപ്പം ആലപ്പുഴയാണെങ്കിലും കൊല്ലമാണെങ്കിലും ആളുകളെ നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടത്തും. ഈ ഒരു മേഖലയിൽ അങ്ങനെ ഒരു സംവിധാനം ഒന്നും ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവരോരോ കാര്യങ്ങൾ പോകുന്നു, ആളുകൾ കച്ചവടം ചെയ്യുന്നു, പോകുന്നു. അതിലുപരി ആളുകളെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിലൊന്നും മുനിസിപ്പാലിറ്റി എന്ന രീതിയിലോ ഇവരെ വേറെ രാഷ്ട്രീയ രീതിയിലോ ഒന്നും അവരാ ഒരു ചിന്തയിലോട്ട് പോയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നു. അതാ തിരക്കാണ്. ട്രാഫിക് സംവിധാനങ്ങളാണോ മെയിൻ ആയിട്ട് ശരിയാണോ എന്ന് പറയുന്നത്? ചെറുതായിട്ട് പോവാണെങ്കിൽ നല്ലതാണ്. നമുക്ക് നേതാക്കന്മാരെ കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, ഈ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്തിന്റെ നടുക്കുള്ള ഈ മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ. ഇത് ശ്രദ്ധിക്കാൻ ഇവിടെ ഒരു നേതാക്കന്മാരുമില്ല. വ്യക്തിപരമായിട്ട് ആരെയും രാഷ്ട്രീയമോ പേരോ എടുത്തു പറയുന്നില്ല. ആര് വന്നാലും കുമരന് കുമ്പിളിൽ കഞ്ഞി പോലെ ഈ മാർക്കറ്റ് ഇങ്ങനെ അതപ്പതിച്ച് കിടക്കുകയാണ്. ഒരു ജില്ലാ ആസ്ഥാനത്തെ പല ജില്ലാ ആസ്ഥാനങ്ങളിലും പോയിട്ടുള്ളവനാണ് ഞാൻ. ആ മാർക്കറ്റുകളൊക്കെ കണ്ടാൽ നമുക്ക് കിടന്നുറങ്ങാം അവിടെ. ഇത് ഒരു മഴ പെയ്താൽ ഒലിച്ചു പോകാൻ പിന്നെ ഡ്രെയിനേജ് ഇല്ല, മറ്റു കാര്യങ്ങളില്ല. എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു മുനിസിപ്പൽ മാർക്കറ്റാണ്. ഇതേ എനിക്ക് പറയാനുള്ളൂ. വികസനം ഇല്ലല്ലോ, വികസനം ഇല്ല. നമ്മൾ പണ്ട് തൊട്ട് കാണുന്ന പോലെ തന്നെ ഇപ്പോഴും കാണും. ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളും ഒക്കെ എത്രത്തോളം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്? ശരിക്കും ബുദ്ധിമുട്ടിക്കും. അതിന്റെ രീതിയിലൊരു വികസനം ഇതുവരെ നടന്നിട്ടില്ലേ? കാരണം പഴയ രീതിയിൽ തന്നെ ഇപ്പോഴും നടക്കുന്നത്. ഈ ഒരു കാലയളവിൽ ഇതിലും ഒരു വികസനവും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. 100%. വരാൻ എന്തോ മാർക്കറ്റ് മൊത്തം പോയി തകർന്നു കിടക്കുന്നു. ഇനി ഇതിനകത്ത് എന്തോ മാറ്റം വരാനോ ഒരു മാറ്റം വരാനില്ല. എങ്ങനെ ഒരു മാറ്റം വന്നാലാണ് നിങ്ങൾക്കൊരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കിട്ടുന്നത് നിങ്ങൾ ഒരു കരുതുന്നത്? വെളിയിലുള്ള ഈ റിംഗ് റോഡിലുള്ള കച്ചവടമൊക്കെ മാറി മാർക്കറ്റിനുള്ളിൽ എല്ലാ കച്ചവടക്കാരും വരുവാണെങ്കിൽ മാത്രം ആൾക്കാർ വരികയോ സാധനങ്ങൾ വാങ്ങിക്കുകയോ ചെയ്യും. ഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്ന എല്ലാ അഴിമതികളാ മക്കളെ കാണിക്കുന്ന എല്ലാം മൊത്തം അഴിമതികളാ കാണിക്കുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരിയാ, പക്ഷെ എന്നാലും കാണിക്കുന്ന എല്ലാം അങ്ങേ അറ്റത്തെ അഴിമതിയാ കാണിക്കുന്നത്. എനിക്ക് ഇനി ഇത്രയും പറയാനുള്ളൂ. നഗരത്തെ വലയ്ക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്ക് വന്നതും ഈ പത്തനംതിട്ട നഗരം നേരിടുന്ന ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് തന്നെ മാറ്റി കിട്ടണമെന്നാണ് അവരുടെ ഏറ്റവും വലിയ ആവശ്യം. ഇത് വേണ്ടേ? എടുത്തു വെച്ചിട്ട് വേണ്ടെന്ന് പറയുന്നത് ശരിയാണ്. സാധനങ്ങളൊക്കെ വില കൂടല്ല, എന്നാലും ചെക്കറിക്ക് വലിയ കുഴപ്പമില്ല.
അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഉയർച്ചയൊക്കെ ഉണ്ടാക്കിയിരുന്നു? നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളൊക്കെ നടത്തി തന്നിട്ടുണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്യാവശ്യം പറഞ്ഞെല്ലാം നടത്തുന്നു. പിന്നെ ഇവിടെ ഒരു ആകെ സ്റ്റാൻഡ് ഒരു മൂത്രപ്പുരയുള്ള വർഷങ്ങൾ ഒന്നായി അടച്ചിട്ട് മനുഷ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നൊരു ആവശ്യം വന്നാല് ഞങ്ങള് ഇവരോടെല്ലാം പറഞ്ഞത്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഒന്ന് പറഞ്ഞായിരുന്നോ? നമ്മുടെ വാർഡ് കൗൺസിലറിനോടൊക്കെ പറയാൻ പറ്റിയിരുന്നോ? ചെയർമാനോട് പറഞ്ഞിരുന്നു. ഒരു നടപടി ഇതുവരെ നടന്നില്ല. മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ്. അടിസ്ഥാന കാര്യങ്ങൾക്കുള്ളത് ഒന്നുമില്ല. ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ല, ബിസിനസ് പോലും ഇല്ല. ഈ പഴയ ബസ് സ്റ്റാൻഡ് വഴിയാണ് ബസ് കയറ്റി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അതും ഇപ്പൊ എല്ലാം അങ്ങ് പുതിയ ബസ് സ്റ്റാൻഡിൽ പോകും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. സെക്യൂരിറ്റിന്റെ ഭരണം നല്ല ഭരണമാണ്. പിന്നെ ട്രാഫിക്കിന്റെ ഇവിടെ ഭയങ്കര പ്രശ്നമുണ്ട്. അതുകൂടെ പരിഹരിച്ചാൽ നമ്മൾ 100% പിന്നെ സെക്യൂരിറ്റി ഇവിടെ നല്ല ഭരണം കാഴ്ചവെക്കും എന്നുള്ളതാണ് എൻ്റെ മികച്ച ചെയർമാൻ തന്നെയാണ്. മികച്ച ചെയർമാൻ തന്നെയാണ്. വികസന പദ്ധതികളൊക്കെ എത്രത്തോളം പൂർത്തിയാക്കാൻ സാധിച്ചു ഈ കാലയളവിൽ? എന്നാലും ഒരു 80% പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. റോഡുകൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇത് തൈക്കാവ് റോഡാണ്. പല ഓഫീസുകളും വർക്ക് ചെയ്യുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ടാറിങ് ചെയ്യുന്നുണ്ട്, അത് ഫലപ്രദമായി നടക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വാട്ടർ സപ്ലൈയുടെ കുഴികൾ തോണ്ടുന്നതുകൊണ്ട് അത് അതേപടി കിടക്കുകയാണ്. പിന്നെ യാത്രക്കാർക്ക് പോകാനും വരാനും വളരെ ബുദ്ധിമുട്ടുണ്ട്. കൂടുതൽ തിരക്കുള്ള ഒരു പ്രദേശമായതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിക്കണം. അതുപോലെ വഴിവിളക്കിൻ്റെ കാര്യം ഭയങ്കര ഇതാണ്. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായി ഈ ഭാഗത്തൊക്കെ. മെയിൻ ഒരു ജംഗ്ഷൻ ഇവിടെ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് മെയിൻ ഒരു ഇതാണ്. അതിനനുസരിച്ചുള്ള വികസനം കാണുന്നില്ല. ഇതിനു മുമ്പ് പരാതിപ്പെട്ടിട്ടുണ്ടോ? അധികാരികളോടൊക്കെ പരാതിപ്പെടുകയോ നടപടികളൊക്കെ? കാര്യം പല ആൾക്കാരും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടിടും. പിന്നെ അതുപോലെ അതിനനുസരിച്ചുള്ള ബൾബ് കൊണ്ട് ഇടുന്നില്ല. ഇവിടെ മെയിൻ ഒരു ജംഗ്ഷൻ ഇല്ല. ഇവിടെ വ്യാപാരത്തിന് മൊത്തം ഒരു നല്ല ഇതല്ല. അതിനനുസരിച്ചുള്ള രീതി കിട്ടുന്നില്ല. അതുപോലെ പട്ടിയുടെ ഒക്കെ ഭയങ്കര ശല്യം ഇവിടെ. അതുപോലെ തന്നെ ഓരോരുത്തന്മാരെ ഇവിടെ വെള്ളം അടിച്ചിട്ട് കിടക്കുകയും അതിൻ്റെ ഓരോ ഇതുണ്ട്. ഉയർന്ന തരത്തിലേക്ക് മാറാൻ താല്പര്യമുണ്ട്. പിന്നെ പിന്നെ പറയാനുള്ളത് ചെറുതായിട്ടൊക്കെ ബാധിക്കുന്നുണ്ട്. കാരണം ഈ ബ്ലോക്ക് ഓവറായാൽ തന്നെ നമ്മളെ ഈ ഫുള്ള് റോഡ് മൊത്തം ബ്ലോക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് കൂടുതൽ നമ്മൾ ടൈം പോകണ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പ്രത്യേകം പറയാനുള്ളത് പറഞ്ഞാൽ മാർക്കറ്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മാർക്കറ്റിൽ വ്യാപാരികൾക്ക് യാതൊരു കാര്യമായ ഇതും ഉണ്ടായിട്ടില്ല. കാരണം വ്യാപാരികൾ വരണം, കയറി വ്യാപാരികൾക്ക് കച്ചവടം നടക്കണമെന്നുള്ള രീതിയിലൊരു ഇത് മുനിസിപ്പാലിറ്റിയിൽ നടന്നിട്ടില്ല. മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ ഒരു മാർക്കറ്റിലെ ഒരു സൈഡ് മൊത്തവും ബാക്കിയുള്ള ഏരിയകളിലെ വേസ്റ്റുകൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണം എന്ന് പറഞ്ഞ് പ്ലാസ്റ്റിക് ഹരിത സാധനങ്ങളെ കൊണ്ട് അടുപ്പിച്ചുകൊണ്ട് നമ്മുടെ മാർക്കറ്റിന്റെ സൈഡുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. മൊത്തം ആക്കി വെച്ചിരിക്കുകയാണ്. കൂടിപ്പോയാൽ ഈ മാർക്കറ്റിൽ 100 കണക്കിന് കച്ചവടക്കാരുള്ള മാർക്കറ്റായിരുന്നു. ഇപ്പോൾ വിരലെണ്ണാവുന്ന കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. കട അടച്ചിട്ട് അവർ പോവുക. കാരണം അവർ കച്ചവടം ചെയ്ത് കടങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് കട അടച്ചിട്ട് നിവൃത്തിയില്ലാത്തെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം 1 വർഷം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മാർക്കറ്റിലെ കച്ചവടക്കാരെ കാണാൻ വഴിയില്ല. ഈ മാർക്കറ്റ് നിലനിർത്തേണ്ട മുനിസിപ്പാലിറ്റി ആയിരുന്നു. പക്ഷെ ആ മുനിസിപ്പാലിറ്റി അതിനുള്ള സജ്ജീകരണം ചെയ്തില്ല. കാരണം എല്ലാത്തിനും കണ്ണടത്തി വിട്ട് അവരുടെ വെളിയിലോട്ടുള്ള വ്യാപാരങ്ങൾക്കെല്ലാം മുനിസിപ്പാലിറ്റി ഇത്ര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപാരികൾക്ക് അവസരം കൊടുക്കരുതായിരുന്നു. പക്ഷെ അവർ അത് ലൈസൻസ് കൊടുക്കുകയും കച്ചവടത്തിനുള്ളത് കൊടുക്കുകയും ചെയ്തത് കാരണം മാർക്കറ്റിലോട്ട് ആളുകൾ ഇറങ്ങുന്നില്ല. കാരണം കാറിൽ കൊണ്ട് വാദത്തിൽ നിന്ന് വാങ്ങിച്ച് പോവുകയാണ്. മാർക്കറ്റിലോട്ട് ആളിറങ്ങാനുള്ള സംവിധാനങ്ങളും അതിനുള്ള സെറ്റപ്പുകളും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിൽ കച്ചവടവും കണ്ടതിന് നല്ല രീതിയിൽ പോയേനെ. ഇപ്പൊ ഈ മാർക്കറ്റ് അറിയപ്പെടുന്നത് വേസ്റ്റ് മാർക്കറ്റ് എന്ന് അറിയപ്പെടാനൊക്കത്തുള്ളൂ. കാരണം ഹരിത സേന എന്ന് പറഞ്ഞ് കുറച്ച് സ്ത്രീകളെയും പെണ്ണുങ്ങളെയും ഒക്കെ ഇറക്കി വിട്ട് പറക്കിയുള്ള സാധനങ്ങൾ മൊത്തം കൊണ്ട് അങ്ങേ സൈഡ് ഇട്ടിട്ടുണ്ട്. അങ്ങേ സൈഡ് കാണുമ്പോൾ അറിയാം, വീഡിയോ പിടിക്കാൻ കാണുമ്പോൾ അറിയാം. അത് വെച്ചിട്ടുണ്ട്. അതിനെ കൊള്ളത്തുള്ളൂ ഇപ്പൊ ഈ മാർക്കറ്റ്. അല്ലാതെ ആളുകൾ ഇറങ്ങി വന്ന് പഴയതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്നില്ല. അത് വാങ്ങിക്കുവാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും കളിപ്പീര് പറ്റുന്നിടത്ത് പോയി വാങ്ങിക്കുക. എന്നിട്ട് പറയും പത്തന മാർക്കറ്റിൽ കളിപ്പീര് പറ്റി. ഇതേ പറയുന്നുള്ളൂ. എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും എന്തെങ്കിലും കാണിച്ചാൽ അത് പത്തനംതിട്ട മാർക്കറ്റുകാർക്ക് മൊത്തം കൂടെ നല്ല രീതിയിൽ ചെയ്യുന്നവർക്ക് പോലും ചെയ്യാനൊക്കാത്ത അവസ്ഥകളാണ്. ഞങ്ങൾ വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ്റെ ഏരിയ സെക്രട്ടറിയാണ്. ഞങ്ങൾ ഇപ്പോൾ മുനിസിപ്പൽ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതി പ്രകാരം വഴിയോര കച്ചവടക്കാർക്ക് സംരക്ഷണം തരാനായിട്ട് തയ്യാറായിട്ടുണ്ട്.
അതനുസരിച്ച് മുനിസിപ്പൽ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്കെല്ലാം പങ്കുവെച്ച് തരാനുള്ള പ്ലാന് അവർക്ക് മുനിസിപ്പാലിറ്റി എടുത്തിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഇപ്പം യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ലാതെ മുനിസിപ്പാലിറ്റി ഞങ്ങളെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് അതുമായിട്ട് പറ്റി പറയാനുള്ളൂ. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വളരെ കുറവുണ്ട്. ഇവിടോട്ട് പിന്നെ വരാനുള്ള സൗകര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട്. സർവേ എല്ലാം നടത്തി എല്ലാം ഞങ്ങൾ 156 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് വഴിയോര കച്ചവടക്കാരായിട്ട്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു കമ്മിറ്റി മെമ്പറും കൂടെ ഞാൻ. ഞങ്ങളതിൻ്റെ അനുസരിച്ച് വികസനങ്ങളെല്ലാം ഇവിടെ നല്ല രീതിയിൽ പത്തനംതിട്ട വികസിച്ച് വരുന്നുണ്ട്. ഈ അടുത്ത ഭരണവും ഇവർ കിട്ടിയാൽ ഒരുപാട് വികസനത്തിന് സാധ്യതകളുണ്ട്. പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് പല അഭിപ്രായങ്ങളുണ്ട്. ഈ ജനങ്ങൾ കുറെ കൂടെ ഒക്കെ സൗകര്യപ്രദമായിട്ടൊക്കെ സൗകര്യം അടിക്കണം. ഒരു 100 ഗ്രാം പച്ചമുളക് വാങ്ങിക്കാൻ വരുന്ന ആളും അതിന് ബെൻസ് ലോറിയോ അതുപോലത്തുള്ള കാറോ ഒക്കെ കൊണ്ട് വന്നാൽ ബുദ്ധിമുട്ടാണ്. അത് വണ്ടിയിൽ സൗകര്യം ഉള്ളിടത്ത് ഒറ്റ മാർക്കറ്റിനകത്തോടെ കയറി വന്ന് 100 ഗ്രാം പച്ചമുളക് വാങ്ങിച്ചു പോകണം. അല്ലാതെ ഒരു വണ്ടിക്കകത്ത് വന്ന് റോഡിൽ വന്ന് ചന്തയ്ക്കകത്ത് വന്ന് 100 ഗ്രാം പച്ചമുളക് അല്ലെ എന്തെങ്കിലും 1 കിലോ തക്കാളി വാങ്ങിക്കാന്ന് വെച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. അത് മനുഷ്യനെ പൊതുജനത്തിനെ കൂടെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുക. അത് നമ്മൾ വാഹനങ്ങൾ കൂടുതലുള്ളവർ അതനുസരിച്ച് സൗകര്യപ്രദമായ രീതിയിൽ എവിടെയും ഒതുക്കി ഇട്ടിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് ഏറ്റവും നല്ല സൗകര്യങ്ങൾ. അത് അവർ പൊതുജനങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ കച്ചവടക്കാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഈ കഴിഞ്ഞ 5 വർഷത്തെ നഗരസഭാ ഭരണത്തിൽ സമിതി ചെയ്ത ഒരു നല്ല വികസന പ്രവർത്തനമായിട്ട് തോന്നിയിട്ടുള്ളതും എടുത്തു പറയത്തക്ക ഉള്ളതും പത്തനംതിട്ട ടൗൺ സ്ക്വയറിൻ്റെ നിർമ്മാണ പ്രവർത്തനവും അതിൻ്റെ ഉദ്ഘാടനവുമാണ്. നഗരസഭ പൊതുവെ ഒരു 50-50 വികസനത്തിൽ കാണിച്ചിട്ടുള്ളത്. അതുപോലെ പത്തനംതിട്ട നഗരത്തിൻ്റെ വികസനത്തിന് തടസ്സമായി ശരിക്കും വന്നിട്ടുള്ളത് അബാൻ മേൽപ്പാലമാണ്. അത് തുടങ്ങിയെടുത്ത് തന്നെ പൂർത്തിയാക്കാതെ എന്തിൻ്റെയൊക്കെ പേരിൽ ചെയർമാനും അതുപോലെ തന്നെ സ്ഥലം MLAയുമായിട്ടുള്ള പടലപ്പിറക്കത്തിൻ്റെ പേരിൽ നഗരസഭയുടെ വികസനത്തിന് മുരടിപ്പിന് കാരണമായി നഗരവികസനം തടസ്സമായി നിൽക്കുന്ന ഒരു സംഗതിയാണ് അബാൻ മേൽപ്പാലം. ശരിക്കും നഗരവികസനത്തിന് യാതൊരു ഗുണം ചെയ്തില്ല എന്ന് മാത്രവുമല്ല, നഗരത്തിലെ വ്യാപാരികളെ, പ്രത്യേകിച്ച് നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം റവന്യൂ ഉണ്ടാക്കുന്ന പുതിയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചുള്ള നഗര വ്യാപാരികളെ ആകെ കുത്തുവാള എളുപ്പിക്കുന്ന സമീപനവുമായിട്ടാണ് ആ പാലപ്പണി ഇഴഞ്ഞു നീങ്ങുന്നത്. സ്റ്റേഡിയം എങ്ങും എത്തിയില്ല. ഇതാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ ഈ നഗരത്തിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പത്തനംതിട്ടയിലെ വോട്ടർമാരുടെയും നേതാക്കളുടെയും പ്രതികരണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതിയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും നമ്മൾ ഏകദേശം വിലയിരുത്തി കഴിഞ്ഞിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ആരധികാരത്തിൽ വന്നാലും നാടിന്റെ വികസനം മുഖമുദ്ര ആക്കുന്ന അധികാരികളെയാണ് പത്തനംതിട്ടക്കാർക്ക് ആവശ്യം. അല്ലാത്ത പക്ഷം അവർ തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണം, ആർക്ക് വോട്ട് ചെയ്യണ്ട എന്ന്.